നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ചിരി മാത്രം മതിയെന്ന് തീരുമാനിച്ചപ്പോൾ ഇങ്ങനെയൊരു ഇരുട്ടടി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഇവിടുത്തെ സാധാരണക്കാർ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാകില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പൊതുജനത്തെ പറ്റിക്കാൻ വേണ്ടി കള്ളങ്ങൾ കൊണ്ട് കോട്ടകെട്ടി അധികാരത്തിൽ കയറിയ സർക്കാർ ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ട് കൂടിയില്ല. സർക്കാർ അധികാരത്തിൽ കയറി 2 മാസങ്ങൾ പിന്നിട്ടപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണപരമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. പദ്ധതികൾ നടപ്പിലാക്കാനായി പ്ലാൻ ഫണ്ടിന് വേണ്ടി കാത്തിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടിലാണ് ഉള്ളത്. കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ നിർദ്ദേശിച്ചിരുന്ന പല ഫണ്ടുകളും ഇന്ന് മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലുമാണ്. അതിൻ്റെ വിശദമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സർക്കാർ പ്ലാൻ ഫണ്ട് നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആണ് ഭരണസ്തംഭനമുണ്ടായിരിക്കുന്നത്. 2025 അവസാന ഗഡുവും 26 ഗഡുക്കളുമാണ് മുടങ്ങിയത്. തദ്ദേശ സ്ഥാപനങ്ങൾ നിയമിച്ച താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് 4 മാസമായി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്വാസ കിരണം പദ്ധതിയും ഇന്ന് പ്രതിസന്ധിയിലാണ്. ഭിന്നശേഷി സ്കോളർഷിപ്പും ഇതുവരെ നൽകാനായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകിട്ടിയിട്ടുള്ള ഒട്ടനവധി ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, തനത് പദ്ധതികൾ എല്ലാം മുടങ്ങി. പ്രാദേശിക സർക്കാരുകൾ നിഷ്ക്രിയമായി. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് മുടങ്ങി. ഡയാലിസിസ് പോലും മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. തനത് ഫണ്ട് ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. മെഡിസിൻ വിതരണം മുടങ്ങി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രശാന്തിനി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. സർക്കാർ ഫണ്ട് മുടങ്ങിയതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യക്ഷേമ പദ്ധതികളും ഇപ്പോൾ പ്രതിസന്ധിയിലായി. പദ്ധതി ക്രമീകരിക്കേണ്ട സോഫ്റ്റ്വെയർ സർക്കാർ പൂർണ്ണമായും തുറന്ന് നൽകിയിട്ടുമില്ല. ഈ മാസം 31-നകം പദ്ധതികൾ സമർപ്പിക്കണമെന്നായിരുന്നു തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ്. പദ്ധതി സമർപ്പിച്ചാലേ ജില്ലാതല ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിക്കൂ. ഇതിനോടകം തന്നെ സാമ്പത്തിക വർഷത്തിലെ 4 മാസം നഷ്ടമായെന്നും ആക്ഷേപമുണ്ട്. അതേസമയം കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും LDF സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയിലും സർക്കാർ അക്ഷരാർത്ഥത്തിൽ കത്രിക വെച്ചിരിക്കുകയാണ്. പുതുക്കി അവതരിപ്പിച്ച ബജറ്റിൽ 791.84 കോടി രൂപ വെട്ടിമാറ്റി. പൊതുവിഭാഗം വിഹിതത്തിൽ 6 കോർപ്പറേഷനുകളുടെ 569.15 കോടിയും 87 നഗരസഭകളുടെ 222.69 കോടിയുമാണ് കുറച്ചത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള വിഹിതത്തിലും 741.51 കോടിയുടെ കുറവുണ്ട്. ഇതോടൊപ്പം UDF അധികാരത്തിലെത്തി മാസം 2 ആയിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ ആദ്യ ഗഡുവും നൽകിയിട്ടില്ല. ജനുവരി 29-ന് KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം 10,189 കോടി രൂപയായിരുന്നു. ഇതിൽ കോർപ്പറേഷനുകൾക്ക് 692.04 കോടിയും നഗരസഭകൾക്ക് 599.79 കോടിയും വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജൂൺ 19-ന് വി.ഡി. സതീശൻ പുതുക്കി അവതരിപ്പിച്ച ബജറ്റിൽ പദ്ധതി വിഹിതം 8,655.45 കോടിയായി മാറി. 1,533.55 കോടി രൂപയുടെ കുറവാണ് നേരിടുന്നത്. ഇതോടെ കോർപ്പറേഷനുകളുടെ വിഹിതം 692.04 കോടിയിൽ നിന്ന് 122.89 കോടിയും മുനിസിപ്പാലിറ്റികളുടേത് 599.79 നിന്നും 177.10 കോടിയായും വെട്ടിക്കുറച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രം 170.95 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. കോഴിക്കോട് 108.98 കോടി, കൊച്ചി 109.66 കോടി, കൊല്ലം 73.47 കോടി, തൃശൂർ 60.48 കോടി, കണ്ണൂർ 45.59 കോടി എന്നിങ്ങനെയാണ് കുറച്ചത്. 16-ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ വിഭജനത്തിലെ മാറ്റമാണ് നഗരസഭകളുടെ വിഹിതം കുറയ്ക്കാൻ കാരണമെന്നാണ് സർക്കാർ ഉയർത്തുന്ന ന്യായം. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നഗരങ്ങൾക്ക് 85%, ഗ്രാമങ്ങൾക്ക് 15% എന്നതനുസരിച്ച് നഗരസഭകളുടെ വിഹിതം കുറച്ച് ത്രിതല പഞ്ചായത്തുകൾക്ക് കൂടുതൽ നൽകിയെന്നാണ് വാദം. എന്നാൽ ഇതും തെറ്റാണ്. ആകെ 1,533.55 കോടി കുറച്ചതിൽ നഗരസഭകൾക്ക് കുറച്ച 791.84 കോടി രൂപ കഴിച്ചുള്ള ബാക്കി 741.51 കോടി വെട്ടിയത് ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതത്തിൽ നിന്നുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ടും UDF സർക്കാർ വ്യാപകമായി വെട്ടിക്കുറച്ചു. പട്ടികജാതി ഫണ്ടിൽ
SC/SP അതായത് ആ വിഭാഗത്തിൽ നിന്നും 236.71 കോടി രൂപയും പട്ടികവർഗ ഫണ്ടിൽ നിന്നും 35.16 കോടി രൂപയുമാണ് ഇപ്പോൾ ഈ സർക്കാർ കുറച്ചത്. ഫണ്ട് കുറച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റെന്ന് തെളിയിക്കുന്ന ഒരു വലിയ കണക്കാണ് ഇത്. LDF സർക്കാരിൻ്റെ ബജറ്റിൽ SSPക്കുള്ള വികസന ഫണ്ട് 1578 കോടി രൂപയായിരുന്നു. പുതുക്കിയ ബജറ്റിൽ ഇത് വെറും 1341.29 കോടിയായി കുറയ്ക്കുകയും ചെയ്തു. TSP ഫണ്ട് 237 കോടി രൂപയായിരുന്നത് UDFിൻ്റെ പുതുക്കിയ ബജറ്റിൽ 201.55 കോടി രൂപയായും കുറച്ചു. ഇതൊക്കെയാണ് VD സതീശൻ സർക്കാർ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വലിയ വിസ്മയങ്ങൾ എന്ന് തന്നെ പറയാം.